കണ്ടന്റോ ഞാനൊന്നും ചെയ്തില്ലല്ലോ. കൊച്ചിയിലുള്ള ഒന്നും പറയണ്ട, ആരെന്തും പറയണ്ട. ഈ അതായത് പറഞ്ഞു വരുമ്പോ കൊച്ചിലുള്ള സുത്തരപുര ശ്രദ്ധിക്ക്, ഇന്ന് രാത്രിയിൽ അതോടെ ഫുൾ സ്റ്റോപ്പ്, കംപ്ലീറ്റ് ഇട്ടോ. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല. വേണ്ട വേണ്ട, ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരാള് വരണം എന്നുള്ളതാണ്. എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, എനിക്ക് പിള്ളേർ വേണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല, ഞാനിതുവരെ വയനാടും പോയിട്ടില്ല. ഈ സിനിമ പോലും കുഴപ്പമില്ല, മൂന്നാർ പോയിട്ട് വരാമല്ലോ. എല്ലാം തകർന്ന് പെരുപ്പടായി. ഈ ട്രോള് വരുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ട്രോള് കണ്ടപ്പോ എനിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. ചേച്ചി വേറെ മൂഡിലാണ്, അങ്ങനത്തെ കുറെ സാധനങ്ങളായിരുന്നു. ഹലോ, ഹായ് മിസ്റ്റർ ധ്യാൻ, ചേട്ടാ ഒരിക്കലും വിളിക്കില്ല. ഞാൻ കൂടുതലും പെണ്ണുങ്ങളെ വായി നോക്കുന്നത്. ഞാൻ 1-2 സിനിമ ചെയ്തപ്പോ എനിക്ക് വിഷമൊക്കെ, ഞാൻ കരഞ്ഞിട്ടൊക്കെയുണ്ട് ശരിക്കും പറഞ്ഞ. മാനസികമായിട്ട് നമ്മൾ തകരുക, കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വിധം എന്താ കാരണം, എന്തോ കാരണം നമുക്കറിയില്ല. ഒരു ദിവസം ചോദിച്ചു ക്യാരവൻ യൂസ് ചെയ്തോട്ടെ എന്ന്. അപ്പൊ അവര് പറഞ്ഞില്ല, പുള്ളിക്കാരി വരാണ്ട് കയറ്റാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നി പുള്ളിക്കാരി വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും ബാത്റൂം പോവാൻ. നമ്മളൊരു ഹീറോയിൻ അല്ലാത്തത് കൊണ്ടാണ് അത് പറഞ്ഞത്. അതും ഈ പറയുന്ന ഹീറോയിൻ ഇവിടെ ഭയങ്കര ഫെമിനിസം ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. സ്ത്രീക്ക് കൊടുക്കേണ്ട മര്യാദ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബാത്റൂം ഉള്ളത്. അതുപോലും കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ എന്താണ് വലിയ ഫെമിനിസം ഒക്കെ സംസാരിക്കുന്നത്? അപ്പൊ അവള് പോക്കാളെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിൽ കയറില്ല, നമ്മുടെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. ഇത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ അങ്ങനല്ലോ ഒരു നമുക്ക് സീനിയറായിട്ടുള്ള ആക്ടറാണ്. ഞങ്ങൾ രാത്രി ഉറങ്ങാണ്, പുള്ളി ഫോൺ ഞാൻ ഫോൺ എടുത്തു, ഉറങ്ങിയോ ഡിന്നർ കഴിക്കാം. ചേട്ടാ ഞാൻ കിടന്നു, ഞങ്ങൾ ഉറങ്ങാണ്, ഡിന്നറൊക്കെ കഴിച്ചു. ഓ പിന്നെ അമ്മയോട് പറഞ്ഞിട്ടില്ല, അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡന്റ് എനിക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളിക്ക് തോന്നി ഇതിങ്ങനെ ഇങ്ങനെ ഇറങ്ങി അമ്മയുടെ മുന്നിലിരിക്കുക, എന്റെ ശരീരം അനങ്ങുന്നില്ല, ഞാൻ മരവിച്ചിരിക്കുന്നു. ഒന്ന് എന്റെ അമ്മയാണ് മുമ്പിൽ ഇരിക്കുന്നത്. ഈ ആൾക്കൊക്കെ എന്ത് ധൈര്യം ഉണ്ടെന്നാണ് ശ്രദ്ധിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണല്ലോ, ആരെന്തിനാലും പെണ്ണുകളുണ്ട്. അയ്യോ വയറ് വേണ്ട, വയറിന്റെ പ്രശ്നമാണ്, സെക്സ് എന്ന് തന്നെ വെച്ചു. അപ്പൊ നീ അയാൾ വിളിച്ചിട്ട് കാണാൻ പോയാലും ഞങ്ങൾ വിളിച്ചിട്ട് ആവശ്യം മീനിങ്ലെസ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള മെച്ചൂരിറ്റി ഉള്ള എത്ര ആണെങ്കിലും ഇവിടെ എന്നുള്ളത് എനിക്കറിയാം. സോ നമ്മൾ മാട്രിമോണിയൽ സൈറ്റിനെ പറ്റി പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. മാട്രിമോണിയൽ സൈറ്റ്സ് ഒക്കെ ഇപ്പൊ കുറച്ച് ഔട്ട്ഡേറ്റഡ് അല്ലേ? ഇപ്പോഴത്തെ യൂത്ത് ഒക്കെ ഡേറ്റിംഗ് ആപ്സിലാണ്. അപ്പൊ ഈ ഡേറ്റിംഗ് ആപ്സ് ഉപയോഗിക്കാറുണ്ടോ, ഉപയോഗിച്ചിട്ടുണ്ടോ? ഇതാരാണ് പറഞ്ഞത്? ഞാന് ഇതിങ്ങനെ ആക്ച്വലി സാധികയാണ് കേട്ടോ. അറിയാതെ കുറെ വർഷങ്ങളായിട്ട് സിംഗിൾ ആയിട്ടിരിക്കുന്ന എന്റെ ഒരു വിഷമം മാറ്റാൻ വേണ്ടിട്ട് എന്നെ കൊണ്ട് ബമ്പിളിലിട്ടു. അത് കുറെ നാള് ഞാൻ ഇങ്ങനെ, അത് രസമല്ലേ ഇത് ഇങ്ങനെ സ്വൈപ്പ് സ്വൈപ്പ് സ്വൈപ്പ്, അതിലൊരു 4-5 പേരെ സെലക്ട് ഒക്കെ ചെയ്തു. 2 പേർക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, റിപ്ലൈയും കൊടുത്തു. ഞാൻ ഒരാളെ മീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഒരാളെ. അതിവിടെ കൊച്ചി വന്നപ്പോഴാ. അയാളെ മീറ്റ് ചെയ്യാൻ വന്നപ്പോ എന്നോട് എല്ലാവരും ഫ്രണ്ട്സ് 2-3 പേരുണ്ടായിരുന്നു. പോയിരുന്നു, ചായ കുടിക്കുന്നു, ഞാൻ തിരിച്ചിറങ്ങി പോരുന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, നീ അവിടെ മുഖമെങ്കിലും കണ്ടോ? ഞാൻ പറഞ്ഞു കണ്ടോന്നാ തോന്നുന്നേ. ഞാൻ ഇവിടെ പോയി ചായ കുടിച്ച് പുള്ളി എന്ന് പറഞ്ഞു, ഞാൻ തിരിച്ചു പോന്നു. അതോടെ എന്റെ മമ്പട് ക്ലോസ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീണ്ടും നമുക്കൊരു നിരാശ ഒന്നുമല്ല, പക്ഷെ എല്ലാരും ചോദിക്കും എന്ത് ബമ്പിളുണ്ടായിട്ട്. അതായത് എന്റെ പ്രശ്നം, കൊച്ചി വരുമ്പോ കൊച്ചിയിലുള്ള അത്രയും ആൾക്കാർക്ക് ഞാൻ ബബിൾ ഉണ്ടെന്ന് കാണിക്കും, ചെന്നിലുള്ള ആൾക്കാർക്ക് എല്ലാം ബമ്പിൾ ഉണ്ടെന്ന് കാണിക്കും. അപ്പൊ അറിയാവുന്ന ആൾക്കാരും പിന്നെ ഇൻസ്റ്റാഗ്രാമിലുള്ള ആൾക്കാരും, ഓ ഐ സോ ഇൻ ബമ്പിൾ, ഈസ് ഇറ്റ് എ ഫേക്ക് അക്കൗണ്ട്? നോ നോ നോ, ഇറ്റ്സ് മൈ അക്കൗണ്ട് ഓൺലി. ഇത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എന്നാ പിന്നെ കുറെ നാൾ കഴിഞ്ഞു കേട്ടോ ബമ്പിൾ ഓപ്പൺ ചെയ്യുന്നു, ബമ്പിൾ എന്നെ ബ്ലോക്ക് ചെയ്തു. ഒരു ഐഡിയ ഇല്ല. ഫോർ ദി ഇൻഅപ്രോപ്രിയേറ്റ് കണ്ടന്റ്. കണ്ടന്റോ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. എനിക്ക് തോന്നി പക്ഷെ അതിലിതാ ഇങ്ങനെയൊക്കെ വെച്ചിട്ടാണല്ലോ നമ്മൾ വെരിഫൈ ചെയ്യുന്നത്. പക്ഷെ സംഭവം ബ്ലോക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് 2 നമ്പർ ഉണ്ട്. ഞാൻ 2ാമത്തെ നമ്പറിൽ വീണ്ടും തുടങ്ങി. അതും ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല. പിന്നെ ഇന്നലെ രാത്രിയിൽ വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ തുറന്ന്, ഓ വേണ്ട, തിരിച്ചു വെച്ചു.
എന്താന്നറിയില്ല, ഒരു വൃത്തിയുള്ള ഒരു മുഖം കണ്ടില്ല, അതുകൊണ്ട് സെലക്ട് ചെയ്തില്ല. അതാണ് സത്യം. അതല്ല, അവിടെയും ക്ലോസ് ചെയ്യായിരുന്നു. കാരണം നമ്മൾ കുറെ നാള് തുറക്കാതാകുമ്പോഴത്തേക്കും ഇവരത് ക്ലോസ് ചെയ്യും. പിന്നെ നമ്മൾ വീണ്ടും നമ്പർ കൊടുത്ത് ഓക്കെ കൊടുത്ത് അകത്ത് പോകണം. ചിലപ്പോ അതുകൊണ്ടായിരിക്കും ഇന്ന് രാത്രി ഫ്രീ ടൈമിൽ ഒന്ന് പോയി നോക്കുന്നതായിരിക്കും. കൊച്ചിയിലുള്ള ഒന്നും പറയണ്ട, ആരെന്തും പറയണ്ട. നീ അതായത് പറഞ്ഞു വരുമ്പോ കൊച്ചിയിലുള്ള സുന്ദരന്മാരെ ശ്രദ്ധിക്കും, ഇന്ന് രാത്രിയിൽ, അതോടെ ഫുൾ സ്റ്റോപ്പ്, കംപ്ലീറ്റ് ഇട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കും. അതായിരുന്നു എന്റെ ബമ്പിൾ കഥ. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല, ഒന്നും ആയിട്ടില്ല, വെറുതെ കുറെ ആപ്പ് അത്രേ ഉള്ളൂ. മൊബൈലിന്റെ സ്പേസ് കളഞ്ഞുകൊണ്ടിരിക്കുന്നു. വേറെ ബമ്പിൾ അല്ലാതെ ടിൻഡർ പോലുള്ള വേണ്ട ഉണ്ട് തന്നെ തുറക്കുന്നത് മറന്നു. ഇപ്പൊ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. ഇന്നലെ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ ആരോ നടത്തി, അങ്ങനെയാണ് ബമ്പിളിലേക്ക് എത്താൻ തോന്നിയത്. എല്ലാം കൂടെ കുഴഞ്ഞൊരു സാമ്പാർ പരിപാടിയായിട്ട് ഇരിപ്പുണ്ട്. ഈ കല്യാണത്തെ പറ്റി പറഞ്ഞു, നമ്മൾ സൊസൈറ്റിയെ പറ്റി പറഞ്ഞു. അതായത് നമ്മുടെ സൊസൈറ്റിയെ പറ്റി നമ്മൾ ഒത്തിരി ഡിസ്കസ് ചെയ്യും. സൊസൈറ്റി കുറെ പ്രഷേഴ്സ് ഉണ്ട്, സ്റ്റീരിയോടൈപ്സ് ഉണ്ട്. ആദ്യം കല്യാണം കഴിഞ്ഞാൽ പിന്നെ കുട്ടി കഴിഞ്ഞാൽ അവരുടെ വിദ്യാഭ്യാസം. അല്ല, ഇതിനൊന്നും ഞാൻ അഗെയിൻസ്റ്റ് അല്ല. പക്ഷെ ഇതിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരാൾ വരണം എന്നുള്ളതാണ്. എനിക്ക് കല്യാണം കഴിക്കണമെന്നുണ്ട്, എനിക്ക് പിള്ളേർ വേണമെന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കല്യാണം കഴിഞ്ഞ് ഡിവോഴ്സ് ചെയ്യാൻ താല്പര്യമില്ല. കഴിക്കുകയാണെങ്കിൽ അത് ലൈഫ് ലോങ് പോകണം. അപ്പൊ എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ടുള്ള ആളല്ലാന്നുണ്ടെങ്കിൽ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ആ മനുഷ്യനെ വെറുക്കും. ഇപ്പൊ ഞാൻ എത്രയോ പേരുടെ ലൈഫ് കാണുന്നുണ്ട്. നമ്മൾ ഒരു വർഷം മുമ്പ് കണ്ട ആൾക്കാർ നമ്മൾ വിചാരിക്കും, എനിക്ക് കല്യാണം കഴിക്കാത്തോണ്ടോ എന്തൊരു കപ്പിൾ ഭാഗ്യവാന്മാരെന്നൊക്കെ. കിടക്കുന്നു, അടുത്ത വർഷം ഒരു ഡിവോഴ്സ് ആയി. അപ്പൊ അത്ര ഭാഗ്യം ഇല്ല അല്ലേ എന്തോന്നു. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിതൊരു മനസ്സിലായിട്ടില്ല. പക്ഷെ എനിക്കത് ജീവിതത്തിൽ പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ വേണ്ടാന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ മൊത്തമായിട്ട് സംഭവിക്കുക. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളൊരു കാര്യം വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ അത് തന്നെ വരും. ഞാൻ ഈയിടെ റീസെന്റ് ഒരു ഷൂട്ടിന്റെ ഒരു മലയാള സിനിമയാണ് കേട്ടോ. ആ ഷൂട്ടിന് പോയപ്പം എനിക്ക് ഇടുക്കി കട്ടപ്പന ഏരിയയിലേക്ക് പോകാൻ ഭയങ്കര മടിയാ. ഈ മറ്റേ വളവ് തിരിവും ഛർദിക്കാൻ വരവ്. പിന്നെ അവിടെ ഞാൻ പാട്ട് പാടത്തും ഞാൻ പാട്ടൊക്കെ പാടി വണ്ടിയിലിരുന്ന് എങ്ങനെയെങ്കിലും അവിടെ എത്താനായിട്ട്. പാല ഒരു കുഴപ്പമില്ലല്ലോ. ഇപ്പൊ എന്ത് പറ്റി, അവരെന്നെ വിളിക്കുന്നു, ആഞ്ചൽ എന്നുള്ള സിനിമയുടെ പേര്. അപ്പൊ വിളിച്ചോണ്ട് സംസാരിച്ചത് ഹൊറർ സബ്ജക്റ്റാ. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പ്രേതം ഞാനല്ല, പക്ഷെ സബ്ജക്ട് കൊള്ളാം, ശരി ചെയ്യാം. അപ്പം ഞാൻ ഇതുവരെ മൂന്നാർ പോയിട്ടില്ല, ഞാനിതുവരെ വയനാടും പോയിട്ടില്ല. ഓക്കെ, കേരളത്തിൽ ജനിച്ചു വളർന്നതാണ്. ഒരു പറയുന്നത് മൂന്നാറാണ് ഷൂട്ട്. അപ്പൊ ഞാൻ ഈ സിനിമ ഉള്ളതിലും കുഴപ്പമില്ല, മൂന്നാർ പോയിട്ട് വരാമല്ലോ എന്നും പറഞ്ഞ് പെട്ടിയൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇവിടെ എത്തി. ഇവിടെ വണ്ടി കയറിയപ്പം പോവല്ലേ, കുറച്ചു ദൂരം ചെന്നപ്പോ ഞാൻ ഇത് മൂന്നാർ പോകുന്ന വഴി, അയ്യോ മൂന്നാറിലല്ല കട്ടപ്പനയെല്ലാം ഷൂട്ടത്. ഞാൻ ഇങ്ങനെ എല്ലാം തകർന്ന് തെരിപ്പടായി. അതുകൊണ്ട് ജീവിതത്തിൽ ചെയ്യില്ല എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വലിയൊരു എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല, പക്ഷെ കല്യാണം കഴിക്കണം. പിന്നെ പ്രഷറൈസ് ചെയ്ത് കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ അത് നന്നായിട്ട് വരില്ല എന്നാണ് എൻ്റെ ഒരു ഊഹം. ഇപ്പൊ ഞാൻ 10 അലയൻസ് എനിക്ക് വരുന്നു, ഞാൻ രണ്ടുപേരും നോക്കുന്നു, ഓക്കെ, ഒരാൾ സെറ്റ് ആവുന്നു, കല്യാണം കഴിക്കുന്നു. അത് പ്രഷർ കൊണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പോൾ എടുത്തിയാടി കല്യാണം കഴിക്കും, നാളെ എന്തോന്ന് അറിയില്ല. അതുകൊണ്ട് പ്രഷറൊക്കെ ഇങ്ങനെ പറ്റും. ഞാനിപ്പോ പ്രഷർ കുക്കറിൽ ഇരിക്കുന്ന അവസ്ഥയില്ല, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിസിൽ പോകുന്ന ശേഷോ അതെ, വിസിലൊന്നും അല്ല, പൊട്ടിത്തെറിക്ക് കയറാകുമ്പോ ഞാൻ തന്നെ അടപ്പെടുത്തു. ഞാൻ അമ്മയടുത്ത് പറയാം, ഞാൻ പോവും, ഞാൻ വീട് വിട്ടു നാട് വിട്ടു പോകുന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ കഴിക്കണം, നോക്കാം. വൈഗയുടെ പേര് കേൾക്കുമ്പോ നമ്മളൊരു മെയിൽ ആർട്ടിസ്റ്റുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ മലയാളത്തിലെ ഏത് മെയിൽ ആർട്ടിസ്റ്റുമായിട്ടാണ് എന്തെങ്കിലും കോൺട്രവേഴ്സീസ് വന്നിട്ടുണ്ടോ? അങ്ങനെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എന്റെ ഭാവിയും എന്റെ ജീവിതമൊക്കെ തകർത്തൊരു ഇന്റർവ്യൂ എനിക്ക് ഉണ്ടെന്ന്. പക്ഷെ അത് ആ സമയത്ത് നല്ല വിഷമം ഉണ്ടായിരുന്നു. ഡാന്റെ കാര്യമല്ലേ പറയണേ. അതൊരു ഫസ്റ്റ് ഓഫ് ഓൾ ഡാന് ഭയങ്കര ഓഡിയൻസ് സപ്പോർട്ടാണ്. അപ്പൊ അദ്ദേഹത്തിന് ഞാനെന്തോ വിഷമിപ്പിച്ചെന്നോ കൈൻഡ് ഓഫ് പേടിപ്പിച്ചെന്നോ അങ്ങനെയൊക്കെ ആയി വന്നപ്പോൾ ഞാനത് ഫണ്ണായിട്ട് ചെയ്തത്. അല്ലാണ്ട് ചിലപ്പോ സ്റ്റാർ മാജിക് അങ്ങനത്തെ ഷോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ എല്ലാവരുടെ അടുത്തും ചേട്ടാ എന്നുള്ള രീതിയിലാണ്, അതൊരു വേറൊരു രീതിയിലല്ല ഒരിക്കലും. അത്ര ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പിന്നെ കമന്റ്സ് ഒക്കെ വായിച്ചപ്പോൾ അതിനൊന്നും ആ ദിവസം രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ എനിക്ക് ആദ്യമായിട്ടൊരു ട്രോള് വരുന്നത്. ഈ ട്രോള് വരുമ്പോൾ സന്തോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും, പക്ഷെ ഇങ്ങനത്തെ ട്രോള് കണ്ടപ്പോൾ എനിക്ക് അത്ര സന്തോഷം തോന്നിയില്ല. പിന്നെ ചേച്ചി വേറെ മൂഡിലാണ്, അങ്ങനത്തെ കുറെ സാധനങ്ങളായിരുന്നു.
വിഷമം ഉണ്ടായിരുന്നു. പിന്നത് എങ്ങനെ ഓവർകം ചെയ്ത അന്ന് രാത്രി കിടന്നപ്പോ ഉറങ്ങിയപ്പോ ഓർക്കാമായി പോയി, കുഴപ്പമില്ല. അത് തീർന്നു. ഇപ്പൊ പെട്ടെന്ന് ധ്യാൻ ശ്രീനിവാസനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണുവാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഹലോ, ഹായ് മിസ്റ്റർ ധ്യാൻ, ചേട്ടാ ഒരിക്കലും വിളിക്കില്ല. അതുപോലെ ധ്യാനിന്റെ കൂടെ ഒരു സിനിമ വരുവാണ്. സിനിമ അതൊക്കെ പ്രൊഫഷണൽ അല്ലേ, അത് നമുക്കൊരു പ്രശ്നമൊന്നുമില്ല. അതിലൊരു കുഴപ്പം. എനിക്ക് ധ്യാനും തമ്മിലല്ലോ പ്രശ്നം. ധ്യാന്റെ ഓഡിയൻസിനാണ് എന്നോട് ദേഷ്യം തോന്നിയത്, അതത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ പുള്ളി ഒരു ഫണ്ണായിട്ട് സംസാരിക്കുന്ന ആളാണ്. നമുക്ക് ചിലപ്പം നമുക്കൊരു അങ്ങനെ ഒരു കഴിവില്ലായിരിക്കും, എല്ലാവർക്കും ഒരുപോലത്തെ കഴിവ് കിട്ടില്ലല്ലോ. വേറെ വേറെ പേരൻസ് ആണല്ലോ എല്ലാവർക്കും. അപ്പം ആ എനിക്കില്ല. പക്ഷെ നമ്മളും അതൊരു ഫണ്ണാക്കാൻ നോക്കിയപ്പോൾ അതൊരു കളം ചളമായി മാറിയതാ. ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല, പക്ഷെ പോട്ടെ, സാരില്ല. ഇല്ല, ഞാൻ ഒരു സിനിമ ചെയ്ത് ഭഗത്തിന്റെ കൂടെ ഒരു സിനിമ ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഭഗത് പറഞ്ഞൊരു കണ്ടപ്പോ സംസാരിച്ചിരുന്നു. അത് എന്താ കുട്ടിക്ക് വിഷമമായോ എന്ന് ചോദിച്ചെന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ കണ്ടിട്ടില്ല, അതെന്നെ കണ്ടിട്ടില്ല. ഈ നമ്മൾ ആദ്യം പറഞ്ഞൊരു സംഭവമാണ് കുശുമ്പും പിന്നായ്മയൊക്കെ ഇച്ചിരി അവിടെ ഉണ്ടാകുന്നുള്ളത്. അതില്ല എന്ന് പറയുന്നത് കള്ളത്തരവാ, എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ എന്നെക്കാ കാണാൻ കൊള്ളാന്ന് പെൺപിള്ളേര്, അല്ലെങ്കിൽ എന്നെക്കാൾ നല്ല സ്ട്രക്ചർ ഉള്ളത്. ഞാൻ കൂടുതലും പെണ്ണുങ്ങളെ വാങ്ങി നോക്കുന്നത് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ. കാരണം പെണ്ണുങ്ങൾ എന്താണ് ഇടുന്നത്, അല്ലെങ്കിൽ അവരുടെ ഷൂസ്, എനിക്ക് ഭയങ്കര കോസ്റ്റ്യൂംസ് ഇഷ്ടമുള്ള ആളാണ്. ഞാനതിൽ നമ്മൾ ആരും ഇടാത്തൊരു സാധനം ഇടണം എന്നൊക്കെ ഒരു ചിന്തിക്കുന്ന കാറ്റഗറിയാ. അപ്പൊ നമ്മൾ ഇതൊക്കെ നോക്കും. ഞാൻ തമിഴ്നാട് ഫോളോ ചെയ്യാറുണ്ട്, ദീപിയൊക്കെ ഇവിടെ കൊണ്ട് ഫോളോ ചെയ്യാറുണ്ട്. കാരണം അത് അങ്ങനെ തന്നെ കോപ്പി അടിച്ച് നമുക്ക് ഇടാൻ പറ്റില്ല. പക്ഷെ അവർക്ക് നല്ല സ്റ്റൈലിസ്റ്റുകളാണ്, നല്ല വെറൈറ്റി ഓഫ് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാശുണ്ട്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ കുറച്ചൊക്കെ കാണുമ്പോൾ തോന്നാറുണ്ട്. പിന്നെ പോട്ടെ, സാരില്ല. അപ്പൊ ഈ ഒരു ഫീമെയിൽ കോ ആർട്ടിസ്റ്റിൽ നിന്ന് എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസസ് ഇൻഡസ്ട്രിയിൽ? അത് ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 1-2 സിനിമ ചെയ്തപ്പോ എനിക്ക് വിഷമൊക്കെ, ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞ. ഒരു സിനിമ ചെയ്യാൻ പോയപ്പം അതൊക്കെ ആദ്യ സമയത്താട്ടോ. നമ്മള് ഫസ്റ്റ് അടിച്ച് ചെല്ലുമ്പോ ഹീറോയിന് 2-3 ഹീറോയിൻസ് ഉണ്ട്. അപ്പൊ നല്ല ഹോട്ടലായിരുന്നു. 3-ാമത്തെ ദിവസം അപ്പൊ ഹോട്ടൽ മാറ്റി. ഞാനും അമ്മയുണ്ട് യൂണിറ്റുകാരുടെ കൂടെ. എന്താ കാര്യമെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടിയിട്ടില്ലത്. പക്ഷെ അതങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും നമുക്ക് പിന്നെ സിനിമ എങ്ങനെയെങ്കിലും തീർന്നിട്ട് വീട്ടിൽ വന്നാൽ മതി എന്നായി. മാനസികമായിട്ട് നമ്മൾ തകരുക. കാരണം നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന വിധം എന്താ എന്തോ കാരണം നമുക്കറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഒരുപാട് ഇൻസിഡന്റ് ആയിട്ടുണ്ട്, ഞാൻ കരങ്ങിയിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് ആൾക്കാർ പോകുമ്പം ഞാൻ ഈയിടെ നമ്മുടെ കൂടെ വരാൻ അവർക്കൊരു ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ. നമുക്ക് ക്യാരവൻ വേണമെന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെ അത് ഭയങ്കര വിഷമമുള്ള കാര്യമായിട്ട്. ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു 3 ക്യാരവനേ ഉള്ളൂ, അതായത് സ്റ്റാർസ്, ഹീറോയ്ക്ക്, ഹീറോയിന്. അപ്പം ബാത്റൂം ഒരു വലിയ പ്രശ്നമാണ്. ഒരു വലിയ വീടാണ്, പക്ഷെ അവിടുത്തെ 70 പേര് ആൾക്കാരും ഒറ്റ ബാത്റൂം ഉള്ളൂ. അപ്പം നമുക്ക് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനത്തെ കാര്യങ്ങൾ വരും. അപ്പൊ ഞാൻ ആ ദിവസം വൈകുന്നേരം വരെ വാഷ്റൂം പോകാതാകുമ്പോഴത്തേക്കും വയറുവേദന എടുത്തിട്ട് പ്രാന്തം. അടുത്ത ദിവസം രാവിലെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ ഒരു ദിവസം ചോദിച്ചു, ക്യാരവൻ യൂസ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ അന്നൊരു ദിവസം അവര് സമ്മതിച്ചു. എൻ്റെ കൂടെ 5-6 പേരുണ്ട് കേട്ടോ, സമ്മതിച്ചു. ഇത് കഴിഞ്ഞ് അടുത്ത ദിവസം ചെല്ലുന്നു. അപ്പൊ അടുത്ത ദിവസം ചെല്ലുമ്പോൾ ഹീറോയിൻ വന്നിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞില്ല, പുള്ളിക്കാരി വരാണ്ട് കയറ്റാൻ പറ്റില്ലെന്ന്. അപ്പൊ എനിക്ക് തോന്നി, പുള്ളിക്കാരി വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യും ബാത്റൂം പോകാൻ? അത് കഴിഞ്ഞ് അവർ വന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, ചെരിപ്പൊട്ടി കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇത് ചെരുപ്പിട്ട് ചിലപ്പോൾ ചെളിയാവുന്നതുകൊണ്ടായിരിക്കും. പക്ഷെ ക്യാരോ എന്ന് പറഞ്ഞ സാധനം എല്ലാ ദിവസവും ക്ലീൻ ചെയ്യുന്ന സാധനം, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവർ പറഞ്ഞ ക്ലീൻ ചെയ്ത് തരും. അപ്പം നമ്മളൊരു ഹീറോയിൻ അല്ലാത്തത് കൊണ്ടാണ് അത് പറഞ്ഞത്. അതും ഈ പറയുന്ന ഹീറോയിൻ ഇവിടെ ഭയങ്കര ഫെമിനിസം ഒക്കെ സംസാരിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നി, പിന്നെ എനിക്ക് അവരോട് വിലയില്ല. നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന അതേ സ്റ്റൈലുള്ള ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട മര്യാദ, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ബാത്റൂം എന്നുള്ളത്. അതുപോലും കൊടുക്കാൻ പറ്റാത്ത നിങ്ങൾ എന്താണ് വലിയ ഫെമിനിസം ഒക്കെ സംസാരിക്കുന്നത്? സംസാരം തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ഇപ്പൊ ആരെന്ത് പറഞ്ഞാലും എനിക്ക് ചിരിയാ വരാറ്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം നമ്മുടെ അനുഭവം വെച്ചിട്ടാണ്. അപ്പം എന്നെ ഇപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടു, ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന വെച്ചിട്ടാണ് എന്നെ നാളെ ജഡ്ജ് ചെയ്യുക. പുറത്ത് പോയിട്ട് വൈകി ഭയങ്കര സാധനം, ഭയങ്കര ചാടയാണ്, അല്ലെങ്കിൽ അവളെ പോക്കാണെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിൽ കയറില്ല. നമ്മുടെ എക്സ്പീരിയൻസ് മാറ്റേഴ്സ്. അതുപോലെ ഇങ്ങനെ കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. സാധാരണ കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയുന്ന, ബോൾഡായിട്ട് സംസാരിക്കുന്ന വൈക, ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് ഉണ്ടായപ്പോൾ അത് തുറന്ന് പറയണമെന്നോ അല്ല അതിനെതിരെ പ്രതികരിക്കണമെന്നോ തോന്നിയിട്ടില്ല?
ഇവിടെ പ്രതികരണം ഒന്നും കൊണ്ട് കാര്യമില്ല. പിന്നെ ഇതൊക്കെ നമുക്ക് പേഴ്സണൽ, ഇതൊരിക്കലും പ്രൊഫഷണൽ വേറെ എക്സ്പീരിയൻസ് ആണ്. അതായത് ഹോൾഡാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ക്യാഷിനോയിൽ ഞാൻ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അത് പിന്നെ പിന്നെ ഒരുപാട് ഡിലേ ആയി, എന്തുകൊണ്ടും പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് അപ്പോൾ സാർ വിളിക്കുന്ന പോലെ ഇപ്പം ഞാനൊന്ന് റോഷൻ ആൻഡ്രൂസിന്റെ പടം മഞ്ജുവായിട്ട് തിരിച്ചു വരുന്നു. എന്ത് ക്യാരക്ടറാണെങ്കിലും നമുക്ക് ചെയ്യാം. ഒരു മുസ്ലിം ക്യാരക്ടർ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാം. പോകുന്നു, നമ്മൾ ചെയ്യുന്നു, തിരിച്ചു വരുന്നു കേട്ടോ. ഈ സിനിമ അറിയുമ്പോൾ മലയാളത്തിലെ വലിയൊരു പ്രൊഡ്യൂസറാണ് എന്നെ വിളിച്ചിട്ട്. അതായത് പുള്ളിക്ക് ഇത് എന്നോട് ഓൾറെഡി ചെറിയ ദേഷ്യം ഉണ്ടെന്ന് വെച്ചോ. എന്നെ വിളിച്ചിട്ട് വന്നപ്പോ മറ്റേ ജൂനിയർ ആർട്ടിസ്റ്റിന്റെ ക്യാരക്ടർ നമ്മൾ മനഃപൂർവ്വം വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് കേട്ടപ്പോ ശരിക്കും പറഞ്ഞാൽ അന്നുണ്ടല്ലോ. പിന്നെ എന്റെ സൗകര്യം, ആർട്ടിസ്റ്റ് ആവുമോ, ഞാൻ ഡാൻസർ ആവുമോ, ഞാൻ ഐറ്റം സോങ് ചെയ്യുവോ, ഐ വോണ്ട് പാട്ട് തിരിച്ചു. പിന്നെ ആ സിനിമയുടെ ഭാഗമാകുക എന്നുള്ളതായിരുന്നു എന്റെ അപ്പോഴത്തേക്ക്. അല്ലാതെ മഞ്ജുവാറിനെ തോപ്പിച്ച് അഭിനയിച്ച് അങ്ങോട്ട് അവാർഡ് അറിയി പോകാമെന്ന് ഞാൻ വിചാരിച്ചിട്ടല്ല. ഇങ്ങനെ കുറെ ഇൻസിഡൻസ്. അതുപോലെ അമ്മയും ഞാനൊരു ഷൂട്ടിന് പോയിട്ട് ഒരു നമുക്ക് സീനിയറായിട്ടുള്ള ആക്ടറാണ് കേട്ടോ. ഞങ്ങൾ രാത്രി ഉറങ്ങാണ്, പുള്ളി ഫോൺ ഞാനെ ഫോൺ എടുക്കും. പറഞ്ഞു ഉറങ്ങിയോ, അപ്പൊ നമുക്ക് ഡിന്നർ കഴിക്കാം. അപ്പൊ ഇല്ല ചേട്ടാ, ഞാൻ കിടന്നു, ഞങ്ങൾ ഉറങ്ങാണ്, ഡിന്നറൊക്കെ കഴിച്ചു. പിന്നെ അമ്മയോട് പറഞ്ഞിട്ടില്ല. അതായത് ഇല്ല ചേട്ടാ, ഞാൻ ഫോൺ എടുത്ത് വെച്ചിട്ട് കിടന്നു. പിറ്റേ ദിവസം സിനിമ പാക്കപ്പായി കഴിഞ്ഞപ്പോഴത്തേക്കും ഷെഡ്യൂൾ ആവുക. എല്ലാവർക്കും ഞങ്ങൾ ഞാൻ സീനിയർ ആ സമയത്തുള്ള ഇവരെ റിലീസ് ചെയ്യണോ, അതൊരു ദേഷ്യമാവോ, നമുക്ക് ഈ സിനിമ വിളിക്കാതിരിക്കുമോ, അങ്ങനത്തെ ഒരുപാട് ഇൻസിഡന്റ് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് റിലീസ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് വെറുപ്പിച്ചതിൻ്റെ ഒരു വലിയ ഫലം. ഞാൻ അമ്മയും കൂടെ റൂമിൽ പോകും. ഞങ്ങൾ അമ്മയമ്മ നമുക്ക് പോയിട്ടൊരു പാൽ പറഞ്ഞു. ഇത് ബേസിക് ആയിട്ടുള്ള മാനേഴ്സ്. അപ്പോൾ ഞാൻ പോകുന്നു, ആരെയും കട്ടിലിരിക്കുക, അമ്മ ഓപ്പോസിറ്റ് ചേർത്തിരിക്കുക. അപ്പൊ എനിക്കൊരു നീ വന്നിരിക്കുക. എന്നെക്കാളും നല്ല പൈസ ഉള്ള ഒരാളാണ്. ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഞാൻ അവിടെ പോയിട്ട് ഇതുപോലെ എന്നോട് ചേട്ടാ അപ്പൊ എപ്പോഴെങ്ങനെ പോകുന്നത്, അപ്പൊ എന്നോട് നീ എങ്ങനെ പോകുന്നെന്ന് ചോദിച്ചു. അവരുടെ വണ്ടിയുണ്ട്, ഞങ്ങള് വേറെ, പുള്ളി വേറെ വണ്ടി. അപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് പുള്ളിന് തോളി തരും. അപ്പോഴും ഞാനൊന്നും ചിന്തിക്കുന്നില്ല. ഇതിങ്ങനെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ അമ്മയുടെ മുന്നിലിരിക്കുക. ഇത് കാണുന്നപ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും അപ്പൊ റിയാക്ട് ചെയ്തൂടെ. ഞാൻ ഫ്രീസ്റ്റാണ്, എന്റെ ശൈലി അനങ്ങുന്നില്ല, ഞാൻ മരവിച്ചിരിക്കുന്നു. ഒന്ന് എന്റെ അമ്മയാണ് മുമ്പിൽ ഇരിക്കുന്നത്. ഇയാൾക്കൊക്കെ എന്ത് ധൈര്യം ഉണ്ടെന്ന് ഞാൻ സെക്രട്ടറിയില്ല. അപ്പൊ അവർക്ക് അമ്മയും മകളും നിങ്ങളും ഒന്നൊരു പ്രശ്നമല്ല. ഞാനെന്ത് ചെയ്തു, ഒരു മിനിറ്റ് നേരം ഞാൻ ഫ്രീസ്റ്റാണ്, എനിക്കൊന്നും ചെയ്യാനില്ല. ഞാൻ അവിടെ ചാടിയിട്ട് ചേട്ടാ ഇനി പോവാണ്, നമുക്ക് പിന്നെ കാണാൻ കഴിയും. എനിക്ക് ഇപ്പോഴത് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ എന്ത് കൈ തലക്ക് അറിയില്ല, ധൈര്യമില്ല. നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര ബോൾഡാണ്, പക്ഷെ ബിഹേവിയർ ഭയങ്കര മോശമാണ്. എക്സ്പെക്ട് ചെയ്തില്ല ഇവരിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഞാനൊരു ഓക്കെ, ഇത് നമുക്കൊരു ട്രോമ തരും. എങ്ങനെയൊക്കെയോ ഓർക്കൊക്കെ ചോദിച്ചില്ല, എങ്ങനെയാണ് നമ്മൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഓക്കെ നമ്മൾ പോവാതിരുന്ന വേറെ 10 ആൾക്കാർ പോകും, ആർക്കെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യും. എന്നാൽ എല്ലാവരും മോശമാണ്. ഇഷ്ടംപോലെ സിനിമ നല്ല ഡയറക്ടേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഞാൻ കൂടെ ഡയറക്ട് ചെയ്തതിന് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് സിനിമ വിളിക്കുന്നവരുണ്ട്, എല്ലാവരും നല്ലത്. പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇത് എങ്ങനെ തിരിച്ചറിയാനുള്ള എങ്ങനെ തിരിച്ചറിയും? എന്നെ സ്വന്തം പോകാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ ജോലി നമുക്കറിയാൻ വിളിക്കാതിരിക്കാൻ പറ്റില്ല. ഓരോ ഡയറക്ടർ വിളിച്ചാൽ ഞാൻ പൊതുവായിട്ടുള്ള സ്ഥലത്തല്ല സാർ ഇങ്ങനെ കോഫി ഷോപ്പിൽ വരുന്നതാണ് ആരാണ് ചോദിക്കും. എന്നെ പക്ഷെ ധൈര്യമായിട്ട് പോകും. എല്ലാവരും അതുപോലെയാണ്, ഭയങ്കരമായിട്ടുള്ള പ്രവർത്തനങ്ങളുള്ള ഫീൽഡുമാണ്. പക്ഷെ ഇങ്ങനത്തെ എക്സ്പീരിയൻസുകളാണ് നമ്മൾ ഭയങ്കര നമ്മളെ പ്രശ്നം. ഇപ്പോൾ എനിക്കൊരു 15 ഓഡീഷൻ വരുന്നുണ്ടെങ്കിൽ ഞാൻ എന്താ അറ്റൻഡ് ചെയ്യുന്ന മോഹൻ, ഒന്ന് ചെറിയൊരു ഫീൽ, 2 ഇങ്ങനൊരു ബിഹേവിയർ നമ്മൾ കഴിയുമ്പോൾ പിന്നെ ആരായാലും മുമ്പോട്ട് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ത് ചെയ്യും? ഇപ്പൊ ചോദിക്കുന്ന ആൾക്കാർക്ക് ഓരോ അടിച്ചിട്ട് പുറത്തേക്ക് നടക്കില്ല. ചില ആൾക്കാർക്ക് പറ്റിയായിരിക്കും, പക്ഷെ എത്ര പെണ്ണുങ്ങൾക്ക് പറ്റുമെന്ന് ഇല്ല. ഇവിടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് പറയാം ഞാനായിരുന്നു ഞാൻ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ജീവിതത്തില് ഇങ്ങനെ ഒരാൾ ബിഹേവ് ചെയ്യുന്നത് വിചാരിക്കുന്നില്ല. നമ്മളവിടെ മരിച്ച് മതിച്ച് തലകൾക്ക് എന്ത് കിളി പോയിട്ടിരിക്കും. പക്ഷെ പേർക്ക് തൊടുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ എണീറ്റ് പോവുക, അത് ചെയ്യാൻ പറ്റും.
അല്ലാതെ ഇപ്പൊ ഞാനവിടെ പുറത്ത് കംപ്ലൈന്റ് പറഞ്ഞ ഒരു കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അമ്മയിലെ മെമ്പർ അല്ല എപ്പോഴും. പക്ഷെ എവിടെ പറഞ്ഞാലും ആൾക്കാർ നമ്മളെ കിട്ടുന്നത് അതും പ്രത്യേകിച്ച് നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണല്ലോ. ആരെന്ത് ചെയ്താലും പെണ്ണുകളെ കിട്ടുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ മീറ്റു മൂവ്മെന്റിലൊക്കെ പലരും പലരെ എക്സ്പോസ് ചെയ്യുകയും പുറത്തു കൊണ്ടുവരികയും അവർക്ക് അല്ല അവർക്ക് എന്ത് ചെയ്യും, അവർക്ക് എന്ത് പറ്റും, ആരാണ് അവിടെ ഭാഗത്ത് നിന്നിട്ടുള്ളത്. ഇപ്പൊ ഞാനിത് പറഞ്ഞ ആൾക്കാർക്ക് പേരൊക്കെ അവരും പറയും എല്ലാവരും എന്ത് മോശമായിട്ട് പറയുള്ളൂ. അങ്ങനെയാണ് ഇവിടെ. നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റുന്ന വിശ്വാസം ഇല്ല. ഇത് പറയാം ഇല്ലില്ല നമ്മൾ ഭയങ്കര എതിർത്ത് പോരാടി ജയിക്കും ഒരു പറയട്ടെ. ഇപ്പൊ തന്നെ കുറേ ആൾക്കാർ ശത്രുക്കളുണ്ട്. മലയാളത്തിൽ സമയത്ത് ചില ഡയറക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ കാണുമ്പോഴൊന്നും എന്റെ പേര് സജസ്റ്റ് ചെയ്യുമ്പോൾ പറയുന്ന ആൾക്കാരുണ്ട്, അയ്യോ വൈകി വേണ്ട ഭയങ്കര പ്രശ്നമാണ്, വൈകി അമ്മയുടെ ഏത് സെറ്റിലാണ് ഞാൻ പോയി പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത് എനിക്കറിയാം. കാരണം അവർക്ക് നമ്മള് ആ സിനിമയ്ക്ക് വേണ്ട ഒരു ക്യാരക്ടർ എന്തിനാ എന്നുള്ള തോന്നല. സ്റ്റോറീസ് ഇപ്പോഴത്തെ എന്റെ ഒരു വെച്ചിട്ട് ആരും നമ്മളെ പറ്റി എന്താ പറയുന്നത്, പിന്നെ ആരോട് സംസാരിക്കുക, ആരെ സ്നേഹിക്കുക, ആരോടെ പോവുക എന്നുള്ളതെല്ലാം അവരവന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ്. ഇപ്പൊ ഞാൻ എനിക്ക് ഒരാളെ ഇഷ്ടമാണ്, എക്സാമ്പിൾ പറയാം, ഐ എം ഹാവിങ് സെക്സ് വിത്ത് ഹിം എന്ന് തന്നെ വെച്ചു, അതെന്റെ ഇഷ്ടമാണ്. പക്ഷെ സിനിമയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വേറൊരു താല്പര്യത്തിന് വേണ്ടിയോ ഞാൻ പോകുമ്പോ എനിക്ക് താല്പര്യം. അപ്പൊ നീ അയാൾ വെച്ചപ്പോ കാണാൻ പോയില്ല, ഞങ്ങൾ വെച്ചപ്പോ ഒരു മീനിങ്ലെസ് ആണ്. പക്ഷെ അത് മനസ്സിലാക്കാനുള്ള മെച്യൂരിറ്റി ഉള്ള എത്ര ആളുകളുണ്ട് ഇവിടെ എന്നുള്ളത് എനിക്കറിയാം. എങ്ങനെയാണ് ഈ സാമാജിക എക്സ്പീരിയൻസ് അവിടെ സെറ്റ് ഒരു വൈബ് ഇത് എല്ലാവരും ഭയങ്കര ബോണ്ടിങ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാണുമ്പോഴാണെങ്കിലും എല്ലാവരും നല്ല റാപ്പോ അല്ല അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു ഫെസ്റ്റിവൽ കൂടാണ്. എനിക്ക് ചിരിച്ചിട്ട് വീണ് ഊരിണ്ട് മറിഞ്ഞ് അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഫണ്ണാണ് ചില ഗെയിംസ്. പക്ഷെ അവിടെ പോയിട്ട് കാലം മറിഞ്ഞ് ലിങ്കൊണ്ടേറുമായിട്ടുണ്ട്. സോ രണ്ടും ഉണ്ട്. പക്ഷെ എനിക്കിഷ്ടമാണ്. നമുക്കൊരു 2-3 എപ്പിസോഡാണ് ഒരു ദിവസം എടുത്തത്. സ്റ്റാർ മാജിക് വ്യൂവേഴ്സിന് ഫാൻസിന് ഭയങ്കര വിഷമം വന്നൊരു ഇൻസിഡന്റ് ആണ് കൊല്ലം സുനിച്ചേട്ടന്റെ പെട്ടെന്നുള്ള അപകടം നടന്നു. കൊല്ലം സുനിച്ചേട്ടനായിട്ട് ഫ്രണ്ട്സ് ആയിരുന്നു. എങ്ങനെയായിരുന്നു ഞാൻ എപ്പിസോഡിൽ വരുന്നത് എനിക്ക് ഒന്ന് 10-15 എപ്പിസോഡാണ്. അത് മുതൽ സുനിച്ചേട്ടനുണ്ട്. ഇത്ര പ്യുവറായിട്ടൊരു മനുഷ്യനായിരുന്നു. പിന്നെ അതുപോലെ എപ്പോ വന്നാലും മോളെങ്കിൽ ഇപ്പോഴാണ് പുള്ളി മോളെ നല്ലത് ഇതില് ഒരാളെ വിളിച്ചേ കേട്ടിട്ടില്ല. മോളെ എപ്പോഴാണ് എന്നാ പോകുന്നത് ചെന്നിട്ട് സുഖമാണ് എല്ലാവർക്കും കൂടി നമുക്കൊരു ഷോക്കായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് പറഞ്ഞ ആൾക്കാരെന്നെ ചീത്ത പറയണമെങ്കിൽ ഞാൻ ഇതുവരെ സുചേട്ടനെ വയ്ക്കുന്നു. എനിക്ക് ചേച്ചി വിളിച്ച് എന്താ പറയണം, ഇത് ഒരാള് ഇല്ല പെട്ടെന്ന് ഇല്ല, നമ്മൾ എന്താ അവരെ വിളിച്ച് പറയുന്നത്, സാരമില്ല കോട്ടയുന്നു സമാധാനിക്കുന്നു, അതൊരു ചുമ്മാ പറയണമെന്നുള്ളൂ. ഞാൻ എല്ലാ ആഴ്ചയും തിരിഞ്ഞൊരു കാര്യമാണ് ഇപ്പോഴും ഞാൻ ഫോൺ വിളിക്കുന്നത്. പക്ഷെ എനിക്കറിയില്ല എന്താ പറയുന്നത്. ചില നേരിൽ കാണുമ്പോൾ വേറെ അത് പുള്ളിക്കാരെ കണ്ടാൽ എന്താ വിചാരിക്കുന്നുണ്ട്, ആ ഗ്രൂപ്പിൽ ഞാൻ മാത്രം ഉണ്ടാവും എനിക്ക് തന്നെ അറിയില്ല. പക്ഷെ കാരണം എന്താ പറയുന്നത്, ഒരാള് ഇപ്പൊ എനിക്കാണെന്ന് സംഭവിച്ചതെങ്കിൽ എന്നോട് ആരെന്ത് പറഞ്ഞിട്ട് എനിക്കൊരു കാര്യം നമുക്ക് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നഷ്ടം തന്നെയാണ്. ഒരാളുടെ മരണം എന്ന് പറയുന്നത് ഭയങ്കര അതൊരു ഗ്യാപ്പാണ്, ഫീൽ ചെയ്യാൻ പറ്റില്ല. 100 പേര് വന്നാലും 1000 പേര് വന്നാലും അദ്ദേഹത്തിന് ഇത്ര ഫാൻസ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മളെ സഹായിക്കാൻ എന്നൊക്കെ പറഞ്ഞാലും പുള്ളിയുള്ള സ്ഥലം പുള്ളിയിൽ തന്നെ വേണം. അപ്പൊ എല്ലാ ചേട്ടൻ പറഞ്ഞത് ആത്മാശാന്തി. ഈ സ്റ്റാർ മാജിക് പോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള TV ഷോ ആണ് ബിഗ് ബോസ്. ബിഗ് ബോസ് കാണാറുണ്ടോ? ഞാൻ ബിഗ് ബോസ് ഇല്ല, ഞാൻ എന്നെ ഒരു പ്രാവശ്യം ഇന്റർവ്യൂ വിളിച്ചിരുന്നു. അപ്പൊ ഇന്റർവ്യൂ ചെയ്ത ആൾ എന്നോട് ചോദിച്ചു യാതൊരു താല്പര്യമില്ല. അതായിരുന്നു എന്റെ ഒരു ഐഡിയ. എന്നെ വിളിച്ചു, ഞാൻ അറ്റൻഡ് ചെയ്തു. പക്ഷെ സീരിയസ് ആയിട്ട് ചോദിച്ചത് യാതൊരു താല്പര്യമില്ല വരുന്നത് ഇല്ല. എന്താണെന്ന് അറിയില്ല, എനിക്ക് ആ ഷോ എന്തോ എനിക്ക് പറ്റിയൊരു ഷോ അല്ലോ, എന്നെ കൊണ്ട് പറ്റത്തില്ല. ഇപ്പൊ തന്നെ മനസ്സിലായിരുന്നു നമ്മൾ പറഞ്ഞതിന് ഒരു ഇമോഷണലി ആയിട്ടുള്ള ആളാണ്. അവിടെ പോയാൽ എന്റെ അവസ്ഥ എന്തായിരിക്കും, നിങ്ങൾ ഇമാജിൻ ചെയ്യുന്നത് ഒന്നെങ്കിൽ കംപ്ലീറ്റ് നിലവിളിയായിരിക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇതിപ്പോ ഞാൻ കണ്ടിട്ട് തന്നതല്ല.
കണ്ടന്റ് കൊടുക്കുന്നത് റിയൽ ആയിട്ട് നിൽക്കുന്ന ഇമോഷൻസ് എക്സ്പ്രസ് അല്ല, പക്ഷെ എനിക്കിപ്പോ തോന്നുന്നറിയോ, ഇത് കുറച്ചൊക്കെ റിയാലിറ്റി അല്ല. കാരണം ആൾക്കാര് ഇപ്പൊ പഠിച്ചു തുടങ്ങി ഗെയിം എങ്ങനെ കളിക്കണം, അവിടെ പോയി എന്ത് ചെയ്യണം എന്നുള്ളത്. ഫസ്റ്റ് മേ ബി സീസൺ 2 സീസൺസ് ഒക്കെ നമുക്ക് പറയാം. ഇപ്പൊ അങ്ങനല്ല. ഇപ്പൊ ഒറ്റ ആൾക്കാർ ശ്രദ്ധിക്കുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് കിച്ചണിൽ പോയി കുറച്ച് കൊളാക്കണം ചളാക്കണം അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അച്ഛനെ പോയപ്പോ മാത്രമേ ഉള്ളൂ. പിന്നെ നോബുചേട്ടൻ പോയപ്പോ കുറച്ച് കണ്ടിട്ടുണ്ട്. കാരണം നോബുചേട്ടനെ വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ എടുത്തത് ഇനി നമുക്ക് അറിയാവുന്ന ഒരാളല്ലേ, അല്ലാണ്ട് വലിയ ബിഗ് ബോസ് കാണുന്ന ഒരാളല്ല. ബിഗ് ബോസിന്റെ യൂട്യൂബ് സെൻസേഷൻസ് ഫോളോ ചെയ്യാറുണ്ടോ? അല്ലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ല, ബിഗ് ബോസ് താല്പര്യമില്ലാത്ത ഈ സുധിച്ചേട്ടന്റെ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കുന്നുണ്ട്. അതായത് ഈ സുധിച്ചേട്ടൻ മറ്റു സമയത്ത് സുധിച്ചേട്ടനെ പറ്റിയുള്ള കണ്ടന്റ് സോഷ്യൽ മീഡിയയിൽ ഇട്ടത് അത് സെൻസേഷനലൈസ് ചെയ്യാൻ നോക്കുന്നു എന്നൊക്കെ കുറച്ച് കോൺട്രോവേഴ്സീസ് ഉണ്ടായിരുന്നു പല ആർട്ടിസ്റ്റും. അവരതൊരു ഗുഡ് ഇന്റൻഷൻ ഇട്ടതായിരിക്കാം, പക്ഷെ അതിന് നമ്മുടെ ആൾക്കാർ തന്നെ വേറെ രീതിയിലാണ് കാണുന്നത്. ആ ഒരു കോൺട്രോവേഴ്സി അത് ഞാൻ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ചില പല കാര്യങ്ങളും അർജുന് ചെയ്യാൻ പറ്റും, അല്ല അർജുന് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു ആൾക്കാർ പേഴ്സൺ ടു പേഴ്സൺ കമ്പാരിസൺ പറ്റും. അവർക്ക് മുന്നേ അവർ ചെയ്തു. ഇപ്പൊ ഞാനെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ, ഇത് സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും, ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല. അത് എന്റെ പേഴ്സണലായിട്ടുള്ള പ്രശ്നം. അതിനെ കുറ്റം പറയാം, നിങ്ങൾക്ക് നല്ലതായിട്ടും എടുക്കാം, അത് നിങ്ങളുടെ താല്പര്യം. അത് അത്രയൊക്കെ ഞാൻ കണ്ടു. എനിക്ക് ആക്ച്വലി ഒരു ബിസി ആർട്ടിസ്റ്റ് ആണ്. ഇഷ്ടംപോലെ ഞാൻ വേറെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ചെയ്യുന്നു. എന്താ പ്രശ്നം, സിനിമ ചെയ്യുന്നു, പിന്നെ അതിലേക്ക് ഗ്യാപ്പ് വരും, പിന്നെ സിനിമ ചെയ്യുന്നു, പിന്നെ ഗ്യാപ്പ്. പിന്നെ എനിക്ക് ഞാനിപ്പോ December 31st കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് കിടക്കുന്നത്. 2 മാസം ഭയങ്കര ഇഷ്ടമായി. ഞാൻ വിളിക്കുന്നില്ല, ഒരു ഡിസിഷൻ വന്ന് വേറെ ഷൂട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെന്നൈയിലായതുകൊണ്ട് എനിക്ക് ഒരുപാട് ആക്ച്വലി പോകുന്നത്. കാരണം ബഡ്ജറ്റിനൊരു സംഭവം, ഫ്ലൈറ്റ്, അക്കോമഡേഷൻ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ചില റോൾസ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ആ റോൾസ് വിചാരിക്കും എന്തിനാണ് ഇത്രയും പൈസ കൊടുക്കുന്നത്, ബഡ്ജറ്റിൽ കുറച്ച് മാറ്റിയിട്ട് എല്ലാവരും ചോദിക്കും കൊച്ചിയിലേക്ക് താമസം മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ നടക്കും. നല്ല മിച്ചതാണ് ആണെങ്കിലും ഞാനല്ല, എന്റെ 10 വർഷമായിട്ട് ഞാൻ എനിക്ക് അറ്റാച്ച്മെന്റ്. 10 വർഷം ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ, ഒരു 10 വർഷം ടവർ ഓടിക്കുമ്പോൾ, 10 വർഷം സ്ഥലത്ത് 10 വർഷം എനിക്കൊരു അറ്റാച്ച്മെന്റ് ആകാനോ ആ അറ്റാച്ച്മെന്റ് എനിക്ക് സ്ഥലത്തിനോട്. എനിക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സ് അതും കൂടെ ആയപ്പോഴേ ഒരു ഇൻഡസ്ട്രി ബന്ധമില്ലാത്ത ഡോക്ടേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് അങ്ങനെയുള്ളത്. പക്ഷെ അതൊരു ബോണ്ടും അതുകൊണ്ടാണ് തോന്നിയത് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഈ പ്രാവശ്യം വീട് നോക്കും, ഒരു 50 days ഇവിടെ 50 days അവിടെ നിൽക്കാനൊക്കെ വിചാരിക്കും. പക്ഷെ ഇവിടെയും ഈ പ്രാവശ്യം നമുക്ക് നോക്കിയിട്ടുണ്ട്. പലരെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ എപ്പോ റിയലൈസ് ചെയ്തു, അപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി ബോൾഡ് ആയത്. ഓക്കെ, സക്സസ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റാർ ആവുക, അല്ലെങ്കിൽ ഇപ്പോ മധു ചേച്ചിയോ അല്ലെങ്കിൽ ചേച്ചിയോ പോട്ടെ, ഇപ്പോഴത്തെ പുതിയ പിള്ളേര് അനുശ്വര തന്നെ പറയും, അങ്ങനെ ആവുക എന്നുള്ളത് മാത്രമല്ല. അല്ലെങ്കിൽ നമുക്ക് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഞാൻ ചിന്തിക്കുകയാണ്, എനിക്ക് എന്തുകൊണ്ട് ഒരു വലിയ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഹീറോയിൻ ആവാൻ പറ്റില്ല. കഴിവ് മാത്രമല്ലല്ലോ, ഫാക്ടർ ഉണ്ട്. പിന്നെ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ കറക്റ്റ് ആൾക്കാരുണ്ടാവണം, നമ്മൾ ചൂസ് ചെയ്യുന്ന റോൾസ് അങ്ങനെ ആയിരിക്കണം. പിന്നെ ഒരു സെറ്റ് ഓഫ് പീപ്പിൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് വേണം. അതൊക്കെ ഉള്ളതാണ്, അതൊക്കെ ഇൻഡസ്ട്രിയിലുള്ളത് തന്നെയാണ്. നമ്മൾ ഒരു സിനിമ റിലീസ് കഴിയുമ്പോൾ അടുത്ത ആൾക്കാരെ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അല്ലെങ്കിൽ കൺട്രോളറോ പറയും നല്ലൊരു കുട്ടികളുണ്ട്, അടുത്ത സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നവരുടെ പേര് പറയാം. ഇങ്ങനത്തെ ആണ് മുമ്പോട്ട് പോകും. ഇതൊന്നും ഇല്ലാതെ ഇവിടെ എത്തിയത് അപ്പൊ ഈ ഹാപ്പി ആയിട്ടുള്ള വൈക ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തിനാണ് ജീവിതത്തില് വൈക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത്? എന്റെ ജീവിതം ജീവിതം കൊടുക്കും മാത്രമാണ്. കേൾക്കുന്നവർക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും. വെള്ളം കുടിച്ചടിക്കും, ചായ കുടിച്ചടിക്കും, ഭക്ഷണം കണ്ടാടിക്കും. ആൾക്കാർ ചില സിനിമയ്ക്ക് ചെല്ലുമ്പോൾ ഞാനൊരു ശകുന്തളയായിട്ട് ക്യാരക്ടർ ഒരു സോങ് മാത്രം ചെയ്തപ്പോ എനിക്ക് തോന്നി, നമ്മളെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടപ്പോ
വൈകുന്നേരം 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് ബാറ്റിന് നടന്നു. ഇതാണ് ഷൂട്ടിങ്ങിലായിട്ട് എന്റെ പുറത്താണ് പോകുന്നത്. ഇങ്ങനെ പോകുന്ന ഞങ്ങളുടെ ആൾക്കാർ ചോദിക്കും ജിമ്മ് പോയിക്കോടെ നീച്ച്. അപ്പൊ ഇവിടെ ആൾക്കാർ തടി കുറച്ചുകൂടെ കൂട്ടി സക്സസ്ഫുൾ ആകുമ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയെങ്കിലും ഒന്ന് വലിയ മതി. ഏറ്റവും ഉള്ള ബുദ്ധിമുട്ടായ ആദ്യം ഭക്ഷണം കഴിക്കില്ല, കുറച്ചൊക്കെ കഴിക്കുള്ളൂ പറഞ്ഞിട്ട് ഗട്ടിയാണോ അതെയോ. കൊറോണ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നത്. കൊറോണ വന്നപ്പോൾ ഒന്നായിട്ട് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒമിക്രോൺ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാനൊന്ന് ക്ഷീണിച്ചതാണ്. എനിക്ക് ഇനി കാണാൻ പറ്റുന്ന മനസ്സിലായിരുന്നു. പെട്ടെന്ന് കൂടും എന്നാൽ പെട്ടെന്ന് കുറയില്ല. ഒരാഴ്ച കഷ്ടപ്പെട്ട 1 കിലോ കുറയും. ഒരു 3 ദിവസം കഴിയുമ്പോൾ 1 കിലോ തിരിഞ്ഞു പറ്റും. അങ്ങനെ പറയും. എന്നോട് തടി കുറയ്ക്കാൻ പറഞ്ഞ എല്ലാവരോടും ഞാൻ പറയാണ്, ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട്, കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇത്രയും നേരം ഈ എനിക്ക് കുറച്ച് ദിവസമേ ഉള്ളൂ എൻ്റെ ചെന്നൈയിൽ നിന്ന് തിരിച്ചു പോകാൻ. ആ ടൈറ്റ് ഷെഡ്യൂളിനിടയിലും ഞങ്ങളുടെ വളരെ സന്തോഷമുണ്ട്. പീസ് മീഡിയയ്ക്ക് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ഞങ്ങളോട് ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിച്ചതിന് ഞങ്ങളുടെ എൻ്റെ ക്രൂവിൻ്റെ പേരിന് ഹാർട്ട്ഫെൽറ്റ് താങ്ക്സ്. ആൻഡ് ഐ ഹോപ്പ് യു ബിക്കം ഓൾറെഡി സക്സസ്ഫുൾ ആണ്, മോർ സക്സസ്ഫുൾ, ആൻഡ് യു ഗെറ്റ് ദ റോൾസ് വിച്ച് യു ആക്ച്വലി ഡിസേർവ്. ആ ഒരു ടാലന്റ് പുറത്തു കൊണ്ടുവരാൻ പറ്റുന്ന റോളുകൾ വരട്ടെ. ഇനിയും അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.